ഇത്തരം ജനദ്രോഹ നടപടികൾക്കെതിരെ ഐക്യജനാധിപത്യ മുന്നണി ശക്തമായി ഉണ്ടാവും എന്ന് മാത്രം ആദ്യം ഉണർത്തിക്കൊണ്ട് ഈ പ്രദേശത്തുകാരനുമായ ജനാബ് EP കമറുദ്ദീൻ സാഹിബ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി അംഗം സീറ്റ് ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി മുസ്തഫ. ഒരു സംഭവമാണ് ഇത്. ഇന്നലെയും ഉണ്ടായൊരു വിഷയമല്ലോ. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഡൽഹിയിൽ കഴിഞ്ഞ മാസം 10-ാം തീയതി പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ആ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഒപ്പുവെച്ചത്. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനിച്ച ഒരു പദ്ധതിയിൽ നിന്നും അത് ആര് വിചാരിച്ചാലും പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പിന്നെ എങ്ങനെയാണ് ഈ വിവാദം ഉണ്ടായത്? ഈ വിവാദം ഉണ്ടായതിന്റെ കാരണം ഇപ്പോഴും തീരാത്ത ശബരിമലയിലെ സുബ്രഹ്മണ്യം പോറ്റിയെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ റിമാൻഡ് ചെയ്ത് കാലാവധി കഴിഞ്ഞ് പിന്നെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് അടച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി ശബരിമലയിലെ സ്വർണ്ണപ്പാളികളെ കുറിച്ചോ ദ്വാരപാലക ശില്പത്തെ കുറിച്ചോ ആരെങ്കിലും ഈ കഴിഞ്ഞ 4 ദിവസമായുള്ള അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. സുബ്രഹ്മണ്യം പോറ്റി ആ പോറ്റിയെ കൊണ്ട് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ബാംഗ്ലൂരിലും ചെന്നൈയിലും എല്ലാ സ്ഥലത്തും പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുക്കാൻ പോയതൊക്കെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല. നമ്മൾ ശ്രദ്ധിച്ചത് എന്താണ്? നമ്മൾ CPM തർക്കത്തിന്റെ ഭാഗമായി കേരളം ചർച്ച ചെയ്തത് ഇവർ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന് മുന്നണിയിൽ നിന്ന് മാറി നമ്മുടെ മുന്നണിയിൽ വന്ന് നമ്മൾ ഗവൺമെന്റ് ഉണ്ടാക്കി നമ്മുടെ മുഖ്യമന്ത്രി വരും എന്നല്ലേ നമ്മളൊക്കെ ധരിച്ചത്. ആ ധാരണ വരെ നമ്മൾ എത്തിച്ചു. നമ്മളിങ്ങനെ ആ ധാരണ വരെ നമ്മൾ എത്തിച്ചു ഇവര് യഥാർത്ഥത്തിൽ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തരികട പരിപാടിയായിരുന്നു. ഒരു ക്യാമറ വെച്ച് നമ്മളെല്ലാവരെയും ആ വഴിക്ക് കൊണ്ടുപോയതാണ്. ഇന്ന് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജയിലിലടച്ചോടുകൂടി ആ വിഷയം അവിടെ തീർന്നു. ഇനി Wherever you are, your family's security is always with you. करो पूरे अपने इरादे, अपनों से किए सभी वादे. SBI Life, अपने लिए, अपनों के लिए.